പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിലെ സ്നേഹമുള്ളവരെ, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ തിരുപ്പിറവിയുടെ സന്തോഷത്തിലൂടെ കടന്നു പോകുന്ന ഞങ്ങൾ, ആ സന്തോഷത്തിൻ്റെ ഇടയിലും ഞങ്ങളുടെ ജീവിതത്തിലെ സങ്കടങ്ങൾ, വേദനകൾ, രോഗങ്ങൾ, തകർച്ചകളൊക്കെ ഞങ്ങൾ അനുഭവിച്ചറിയുന്നവരാണ്. എങ്കിലും അങ്ങ് കൂടെയുള്ളപ്പോൾ, അങ്ങയുടെ ശക്തമായ സാന്നിധ്യം ഞങ്ങളുടെ കൂടെയുള്ളപ്പോൾ, അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ വേദന സഹിക്കുമ്പോൾ അത് അർത്ഥപൂർണമാണ് എന്നും വിലയുള്ളതാണ് എന്നും, കർത്താവെ അങ്ങേ ലോകത്തിന് പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നും, നല്ല നിയോഗത്തോടെ ഞങ്ങൾ ഏറ്റെടുക്കുന്ന സഹനങ്ങൾ ദൈവത്തിനുമ്പിൽ വിലയുള്ളതാണ് എന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവെ, ഈ ഒരു കൃപ, ഈ ഒരു തിരിച്ചറിവ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയിലെ സ്നേഹമുള്ളവരെ, ഇന്ന് ഡിസംബർ മാസം 28-ാം തീയതി, ഇന്ന് സഭയിൽ ഈ ക്രിസ്മസ് ടൈഡ് അല്ലെങ്കിൽ ക്രിസ്മസ് കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു തിരുനാൾ ദിവസം കൂടിയാണ്. ഹോളി ഇന്നസെൻസ്, നമ്മൾ മലയാളത്തിൽ പറയും കുഞ്ഞി പൈതങ്ങൾ. എന്താണ് തിരുവചന ഭാഗത്തെക്കുറിച്ച് പറയുന്നത്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 2-ാം അധ്യായം അതിന്റെ 16-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ജ്ഞാനികൾ തന്നെ കബളിപ്പിച്ചെന്ന് മനസ്സിലാക്കിയ ഹെറോദെസ് രോഷാകുലനായി. അവരിൽ നിന്ന് മനസ്സിലാക്കിയ സമയമനുസരിച്ച് അവൻ ബേത്ലഹേമിലെയും സമീപ പ്രദേശങ്ങളിലെയും 2ഉം അതിൽ താഴെയും വയസ്സുള്ള എല്ലാ ആൺകുട്ടികളെയും ആളയച്ച് വധിച്ചു. ഇത് പ്രവാചക പ്രവചനങ്ങൾ പൂർത്തിയാകാൻ വേണ്ടിയിട്ടാണ്. യെരമ്യാ പ്രവാചകങ്ങളുടെ അരുളി ചെയ്ത വാക്ക്, റാമായിൽ ഒരു സ്വരം, വലിയ കരച്ചിലും നുറവിളിയും. റാഹേൽ സന്താനങ്ങളെ കുറിച്ച് ഓർത്ത് കരയുന്നു. അവളെ സാന്ത്വനിപ്പിക്കാൻ അസാധ്യം, എന്തെന്നാൽ അവൾക്ക് സന്താനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്മസിന്റെ ഈ സന്തോഷത്തിനിടയ്ക്ക് നമ്മൾ ധ്യാനിക്കുന്ന ഒരു വേദനയാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത്. അതായത് സർവ്വജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ, വലിയ സന്തോഷത്തിന്റെ സദ്വാർത്തയാണ് ഈശോയുടെ ആ ജനനം നമുക്ക് നൽകി. ലൂക്കാ 2:10 നമ്മൾ വായിച്ചു കേട്ടു. എന്നാൽ ഈ ക്രിസ്മസ് കാലഘട്ടത്തെ 3-ാം ദിവസം സഭ നമ്മെ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യമുണ്ട്. ഈ വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള മക്കളുടെ, കുഞ്ഞുങ്ങളെ ഈശോയുടെ പേരിൽ കൊല്ലപ്പെടുകയാണ്, കൊല ചെയ്യപ്പെടുകയാണ്. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, യേശു ജനിച്ച ലോകം പൂർണ്ണമായും സമാധാനമുള്ള ലോകമല്ല. നമുക്കറിയാം, ഈശോ ജനിച്ച ആ നാട് നമുക്ക് എല്ലാം, പാലസ്തീനയൊക്കെ ഇന്നും അസമാധാനത്തിന്റെ, രക്തച്ചൊലിച്ചിലിന്റെ ഒരു മേഖലയായിട്ട് ഇന്നും നിലകൊള്ളുകയാണ്. വേദനയും ക്രൂരതയും ഉള്ള ലോകം. എന്നാൽ ഒരു ചോദ്യം നമ്മുടെ കണ്ണിലുണ്ട്, ഈ വേദനയുടെ നടുവിൽ ദൈവം എവിടെയാണ്? നമ്മളെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദൈവം എവിടെയാണ്? എൻ്റെ ദൈവം. പലരുടെയും വിശ്വാസം നഷ്ടപ്പെട്ട് ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റുകാരൻ പറയുന്നത്, അയാളുടെ അമ്മ വലിയൊരു രോഗം വന്ന്, പകർച്ചവ്യാധി വന്ന് മരിച്ചപ്പോൾ ദൈവം എവിടെയാണ് എന്നൊരു ചോദ്യം അയാൾ ചോദിക്കുകയാണ്. അതുപോലെ അതോടുകൂടി ഞാനൊരു വിശ്വാസിയായിട്ട് മാറി, ഞാനൊരു ദൈവവിശ്വാസമില്ലാത്ത ആളായിട്ട് മാറി എന്നാണ്. യഥാർത്ഥത്തിൽ നമ്മളെ പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കുക, ദൈവം നമ്മുടെ കൂടെ ഇല്ലേ? നമ്മൾ സഹിക്കുന്ന ആ സഹനത്തിന്റെ, കുരിശിന്റെ മറുവശത്ത് നമ്മുടെ ദൈവത്തെ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? ക്രിസ്തീയ വിശ്വാസം നമ്മളെ പഠിപ്പിക്കുന്നത് അതല്ലേ? പലപ്പോഴും നമ്മുടെ ആശ്വാസം നേടുന്നവരാണ്, തീർച്ചയായിട്ടും നല്ലതാണ്. പക്ഷേ ഒരു ക്രിസ്ത്യാനി അവിടെ അവൻ്റെ ജീവിതത്തിന്റെ സഹനങ്ങളുടെ നടുവിൽ, നഷ്ടങ്ങളുടെ നടുവിൽ, വേദനയുടെ നടുവിൽ, രോഗങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ സാന്നിധ്യം, ഗോഡ് ഈസ് വിത്ത് us, ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്നതാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അതോടൊപ്പം നമ്മൾ ചിന്തിക്കണം, ഈ ഒരു ഹെറോദ്യസിന്റെ ഭയമാണ് യഥാർത്ഥത്തിൽ ആ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കിയത്. യേശു ക്രിസ്തുവിനെ ഇല്ലായ്മ ചെയ്യാൻ, രക്ഷകനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് പരിശ്രമിച്ചല്ലോ. ഇന്ന് നമുക്കൊരു ക്രിസ്മസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തോരം അക്രമങ്ങളാണ് നടക്കുക ലോകത്തിലെ, നോർത്ത് ഇന്ത്യയിലും കേരളത്തിൽ പോലും. നമുക്കറിയാം, പല കാരണങ്ങളൊക്കെ അവിടെ പറയണ്ടെങ്കിലും എന്തിനു വേണ്ടിയിട്ട് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവർ ഭയപ്പെടുകയാണ്. ദൈവത്തെ, സത്യദൈവത്തെ ഒന്ന് അന്വേഷിക്കാൻ പരിശ്രമിക്കുന്നില്ല. എന്തിനെയൊക്കെ വേണ്ടി അവര് ഇങ്ങനെ ഒരു അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ അവര് പീഡനങ്ങള്, അതുപോലെ കൊലപാതകങ്ങള് ഒക്കെ അഴിച്ചുവിടുകയാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് എന്താണ്? ഇന്ന് നമ്മളെ ഹെറോദ്യസിനെ ഭയപ്പെടുത്തിയത് അത് അധികാര ഭയമാണ്, അധികാരത്തിനുള്ള ഭയം, അതുപോലെ തന്നെ സ്വാർത്ഥതയും അസൂയയും ഒക്കെ. അപ്പൊ മനുഷ്യനെ എത്രത്തോളം ക്രൂരനാക്കാമെന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് ലോകത്ത് നമ്മൾ കണ്ട് യുദ്ധങ്ങൾ, അതിന്റെ പിന്നിൽ എന്താണ് യഥാർത്ഥത്തിൽ? യുദ്ധം. ഇന്ന് നടക്കുന്ന യുദ്ധങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിക്കേ, യഥാർത്ഥത്തിൽ ഭയമാണ് അവിടെ നിൽക്കുന്നത്. ഇന്ന് ഗർഭചിത്രം അല്ലെ, ജനിക്കാൻ പോണ മക്കളെയൊക്കെ നശിപ്പിച്ചുകളെ ഉദരത്തിലിട്ട്
ഭയത്തിന്റെ പിന്നിലാണ്. അതുപോലെ കുട്ടികൾക്കെതിരെയുള്ള അക്രമങ്ങള്, ഇതിന്റെയൊക്കെ പിന്നില് യഥാർത്ഥത്തിൽ എന്താ? ഭയം നിലനിൽക്കുക, ഇല്ലായ്മ ചെയ്യുക. അതായത് എന്തോ ഭയപ്പെടുന്നുണ്ട്, അതിനെ കൊണ്ട് അതിനെ മറയ്ക്കാൻ വേണ്ടി ഈ വലിയ തിന്മയിലേക്ക് പോകുന്ന ലോകമാണ്. പ്രിയമുള്ളവരെ, ഈ കുഞ്ഞു പൈതങ്ങളുടെ തിരുനാൾ ദിവസം യേശുവിനെ അറിഞ്ഞവരല്ല മക്കൾ, അത് കുഞ്ഞുങ്ങളാണ്. അതുപോലെ സുവിശേഷം പ്രസംഗിച്ചിട്ടൊന്നുമില്ല അവര്, അതുപോലെ തന്നെ അത്ഭുതങ്ങളൊന്നും ചെയ്തില്ല. പക്ഷേ സഭ അവരെ രക്തസാക്ഷികൾ എന്ന് വിളിക്കുകയാണ്. എന്തുകൊണ്ടാ? അവർ യേശു ക്രിസ്തുവിന് വേണ്ടി ഈശോയുടെ സ്ഥാനത്ത് അവർ മരിക്കുകയാണ്. അവന്റെ ജനനത്തിന്റെ പേരിലാണ് അവർ കൊല്ലപ്പെട്ടത്. ഒരു വലിയ ആശ്വാസം നൽകുന്ന സത്യം പറയുന്നു: ദൈവരാജ്യത്തിൽ വേദന ഒരിക്കലും പാഴാവുകയില്ല. അത് പല രീതിയിലാണ്. രോഗത്തിന്റെ, തകർച്ചയുടെ, വിശ്വാസത്തിൽ നിലകൊണ്ടതിന്റെ പേരില്, ഒരു സമർപ്പണ ജീവിതത്തിന്റെ, പൗരോഹിത്യത്തിന്റെ, കുടുംബ ജീവിതം, അവിടെ ഒക്കെ നമ്മൾ ഓർക്കണം, നമ്മുടെ ഒരു വേദനയും ദൈവത്തെ പ്രതി, ദൈവത്തിന് വേണ്ടി നമ്മൾ ഏറ്റെടുക്കുമ്പോൾ, ദൈവരാജ്യത്തിന് വേണ്ടി ഏറ്റെടുക്കുമ്പോൾ അത് പാഴായി പോകുന്നില്ല എന്ന് തിരിച്ചറിയാനായിട്ട് പ്രത്യേകം. പ്രിയമുള്ളവരെ, ഈ ദിവസം നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, ക്രിസ്മസിന്റെ സന്തോഷത്തിലാണ് ഞങ്ങളാണെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ വേദനയും നിഴൽ കെട്ടി നിൽക്കുന്ന ഒരുപാട് മേഖലകളുണ്ട്. ഭയം ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. പലരും ഭയം കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. കർത്താവേ, ഭയം ദൈവത്തിന്റെ ആത്മാവിൽ നിന്നുള്ളതല്ല, പരിശുദ്ധാത്മാവ് ഭയത്തിന്റെ ആത്മാവല്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, അത് തിന്മയിൽ നിന്നും പിശാചിൽ നിന്നും വരുന്നതാണ്. നാശത്തിന്റെ വിത്താണ് ഈ ഭയം. കർത്താവേ, അത് ഞങ്ങളിന്ന് എടുത്തു മാറ്റണമേ. ഈ കുഞ്ഞു പൈതങ്ങളെ പോലെ, ഹോളിനെസ്സിനെ പോലെ ഞങ്ങളുടെ ജീവിതം യേശു ക്രിസ്തുവിനെ നൽകുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കർത്താവെ സമർപ്പിക്കുകയാണ്. അതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും, ഞങ്ങളുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോയാലും അത് നേട്ടമായിട്ട് കാണാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ. അയാളുടെ കൃപയ്ക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും അങ്ങേ ലോകത്തിന് പകർന്നു കൊടുക്കാൻ ഞങ്ങളുടെ ജീവിതം പലപ്പോഴും ഉരുകിത്തീരുന്ന ജീവിതം, കുടുംബ ജീവിതത്തിൽ, അത് സഭാ ജീവിതത്തിൽ, ജോലി സ്ഥലങ്ങളിൽ, അതുപോലെ ശുശ്രൂഷ മേഖലകളിലൊക്കെ പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതിഫലവും നമുക്ക് കിട്ടാതെ ഞങ്ങളുടെ ജീവിതമൊക്കെ എരിഞ്ഞടങ്ങുമ്പോഴും ദൈവരാജ്യത്തിന് ജീവിക്കുമ്പോൾ അതൊന്നും വിലയില്ലാതെ പോകുന്നില്ല. മൂല്യമാണെന്ന തിരിച്ചറിവ് ഈശോയെ നൽകാൻ വേണ്ടിയിട്ടാണെന്ന തിരിച്ചറിവ് കർത്താവേ ഞങ്ങൾക്ക് ഓരോരുത്തരും നൽകി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.